So today we are discussing about some current affairs topics, and in the first one we are talking about how the Chief Justice of India, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ യൂഷ്വലി രണ്ട് രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാരെ അല്ലെങ്കിൽ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാം കോടതികളിൽ. ഒന്ന് കൊളീജിയം എന്നൊരു സിസ്റ്റം ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കൊളീജിയം സിസ്റ്റം. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റമാണ്. അതായത് സീനിയോറിറ്റിയെ ഒക്കെ നോക്കി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഒക്കെ നോക്കി ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ കൊളീജിയം സിസ്റ്റം ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി, NJAC. NJAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ നല്ല നല്ല ജഡ്ജിമാരെ കണ്ടുപിടിച്ച് സെൻട്രൽ ഗവൺമെന്റ് തന്നെ കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് അവര് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, കൊളീജിയം സിസ്റ്റത്തില് എപ്പോഴും പരമ്പരാഗതമായിട്ട്, അതായത് ഞാൻ ജഡ്ജി ആണെങ്കിൽ എന്റെ മകൻ ജഡ്ജി ആവും, എന്റെ മകന്റെ മകൻ ജഡ്ജി ആവും, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ, അദ്ദേഹത്തിന്റെ അച്ഛനും ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു കണക്ഷൻ, അങ്ങനെ ഒരു പരിപാടി നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ടാണ് NJAC എന്നൊരു കൺസെപ്റ്റ് വന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജസ്മാർ ഇത്രയും പവർഫുൾ ആയതുകൊണ്ടും അവർക്ക് പൊളിറ്റിക്കലി ഭയങ്കര പിടിപാടുണ്ടായതുകൊണ്ടും ആ NJAC വഴിയുള്ള അപ്പോയിന്റ്മെന്റുകൾ പലപ്പോഴും നടക്കാറില്ല. സോ ഈവൻ നൗ ദീസ് ഡേയ്സ് ഓൾസോ നമ്മൾ പറയും സുപ്രീം കോടതി ഹൈക്കോടതി ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയാണ്, അവിടെ എല്ലാവരും ഈക്വാലിറ്റി ആണെന്നൊക്കെ പറയുമെങ്കിലും ചില കാര്യങ്ങളിൽ അവിടെയും ഇക്വാലിറ്റി ഇല്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കൊളീജിയം. അപ്പൊ ഇതില് ന്യൂസിൽ വരാൻ കാര്യം എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്തതും കൊളീജിയമാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പോയിന്റ്. അപ്പൊ ഇവിടെ 5 ജഡ്ജ് സുപ്രീം കോടതി കൊളീജിയം ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ NV Ramana met and discussed the process of appointing new ചീഫ് ജസ്റ്റിസ്. കാരണം എന്താ, അയാൾ റിട്ടയർ ആകാൻ പോവാണ്, അതുകൊണ്ട് പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ CJI കൂടാതെ ഈ കൊളീജിയത്തിൽ മറ്റു ചില ആൾക്കാരുണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ആളെ അപ്പോയിന്റ് ചെയ്യുന്നുള്ളത് മാത്രമേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി ഇവരൊരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ അപ്പോയിന്റ്മെന്റ് ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഒരു പുതിയ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവുന്നു. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് പത്രത്തിൽ വന്നിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തായിരിക്കും, ഒരു സീനിയോറിറ്റിയുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പലപ്പോഴും അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. സോ ഇവിടെ CJI and the judges of the Supreme Court are appointed by the president. അപ്പൊ ഇവര് സെലക്ട് ചെയ്ത് വിടുന്ന ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അത് ഏതാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഈ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 124. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരാളെ, ഇപ്പൊ എന്നെയോ നിങ്ങളെ പോലെയുള്ള ജഡ്ജ് ആവട്ടോ, വഴിയെ പോകുന്നവരല്ല, ജഡ്ജ് ആവുന്ന ഒരാളെ ആരായിട്ട് അപ്പോയിന്റ് ചെയ്യുക, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റ് ഇസ് ഡൺ ബൈ ദ പ്രസിഡന്റ് ആൻഡ് ദ സെലക്ഷൻ പ്രോസസ് ഈസ് ഡൺ ബൈ ദ കൊളീജിയം. കൊളീജിയം ഒരാളെ അപ്പോയിന്റ് ചെയ്ത് സെലക്ട് ചെയ്താൽ അത് പ്രസിഡന്റ് അപ്പോയിന്റ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ആർട്ടിക്കിൾ ആയിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 124. ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, so 1950 to 1973 the practice has been appointed by senior most judge as അല്ലെ, senior most ജഡ്ജിനെ ആയിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കഴിവും ടാലന്റും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ മാറുന്നു മാത്രമേ. അപ്പോ ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരാളെ പിടിച്ച് അപ്പോയിന്റ് ചെയ്യാന്നുള്ളൊരു കീഴ്വഴക്കം ഉണ്ടായത് 1973-ലാണ്. A.N. Ray was appointed as Chief Justice of India by superseding 3 senior judges. 3 പേരെ, അത് ഇന്ദിരാഗാന്ധിയുടെ കാലമാണ്, ഇന്ദിരാഗാന്ധി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാതെ സീനിയോറിറ്റിനെ കടത്തി വെട്ടിക്കൊണ്ട് വേറെ ആൾക്കാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ
സ്വാഭാവികമായിട്ടും അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതികളിൽ കേസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസ് ഉണ്ട് 1993, ദാറ്റ് ഇസ് സെക്കൻഡ് ജഡ്ജസ് കേസ്. ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. അപ്പം ഇന്നത്തെ സെഷനിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഇറ്റ് ഇസ് ഹൗ വി ആർ അപ്പോയിന്റിംഗ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇൻ മൈ വ്യൂ, പേഴ്സണൽ വ്യൂ, ഇറ്റ് ഈസ് നോട്ട് ത്രൂ ദ പ്രോപ്പർ ചാനൽ. അതായത് മെറിറ്റ് ഉള്ളവർ ഇസ് നോട്ട് അറ്റ് ഓൾ ബിക്കമിംഗ് ദ CJI, ബട്ട് there is a point of some kind of what is the nepotism is there. So there is a nepo kid, nepo system ഉണ്ട് ഈവൻ ഇൻ ജസ്റ്റിസിലൊക്കെ അല്ലെങ്കിൽ കോടതികളിലും ഉണ്ടെന്നുള്ള സത്യം. സോ ദിസ് ദ ഫസ്റ്റ് ടോപ്പിക്. അപ്പം ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ഞാൻ ഒന്ന് റിവൈസ് ചെയ്താൽ എന്താണ് കൊളീജിയം, എന്താണ് NJAC, എന്താണ് ആർട്ടിക്കിൾ 124, ആരാണ് പ്രസിഡന്റിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യുക, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനെ ചാലഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും കേസ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബിൽ 2020. ലെറ്റ്സ് സ്റ്റാർട്ട്. 1 minute. അപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബിൽ 2000. അപ്പം സ്വാഭാവികമായിട്ടും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ പരിപാടി 2020. ഈ അമെൻഡ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമെൻഡ്മെന്റ് എന്നുള്ള വാക്കിന്റെ മീനിങ് വി ഹാവ് ടു എഡിറ്റ് എന്നാണ്. അതായത് ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ആ എഡിറ്റ് ചെയ്യാൻ കാലം മാറുന്നതനുസരിച്ച് മാറ്റം വരുത്തുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് അമെൻഡ്മെന്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്. അപ്പൊ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് 1972 1972 തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ബില്ലുകളും അതിനുവേണ്ടി നമ്മൾ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പതുക്കെ ആ ആക്ഷൻസ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, പണ്ടത്തെ പോലത്തെ കാടൊന്നുമല്ല. നമ്മൾ മനുഷ്യർ പെരുകുന്നതനുസരിച്ച് കാട്ടിലേക്ക് ആൾക്കാർ കയറി താമസിക്കുകയും മലമുകളിലൊക്കെ താമസിക്കുകയും ആ മലകൾ വെട്ടി നശിപ്പിക്കുകയും അവിടെയുള്ള പാറകൾ പൊട്ടിക്കുകയും ചെയ്ത് വീട് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയനാട് പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെയും വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളും അതുപോലെ തന്നെ ചെടികളും, ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് 1-2 ചെറിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം, മാനദണ്ഡം. സോ റീസെന്റ് ലോകസഭ ഓൺ പാസ്ഡ് ബൈ വോയിസ് വോട്ട്. ഈ വോയിസ് വോട്ട് എന്ന് പറഞ്ഞാല് എല്ലാവരും എന്താ പറയാ, യെസ് പറയൂ, നോ പറയൂ, നമ്മൾ പറയൂ. അപ്പൊ എത്രയേറെ യേസ് പറഞ്ഞു അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു പരിപാടി. സോ ലോകസഭയിൽ വോയിസ് വോട്ടോട് കൂടി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ബില്ല് പാസ്സാക്കിയിരുന്നു. എന്തിനാണ് ഇത് പാസ്സാക്കുന്നത്? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സൈറ്റ്സ്. അപ്പൊ സൈറ്റ്സ് എന്താണ്? CITES. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഇതാണ് സൈറ്റ്സ്. അപ്പൊ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, മലയാളിയായ ചെറുപ്പക്കാരൻ 10 നക്ഷത്ര ആമയായിട്ട് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകമായിട്ടുള്ള ഒരു മീനുമായിട്ട് പിടിയിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ പത്രത്തിൽ വരാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ചില ജീവികൾ, ആ ജീവികളെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ആ ജീവികളെ ആൾക്കാർ പിടിച്ചോണ്ട് പോയിട്ട് വേറെ രാജ്യങ്ങൾക്ക് വിൽക്കും, അല്ലെങ്കിൽ അതിനെ വിറ്റ് കാശാക്കും. അപ്പൊ ഇത് എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ട്രേഡ് അല്ലേ? ട്രേഡാണ്. അപ്പൊ ഒരു ഇന്റർനാഷണൽ ട്രേഡ്, എന്തിന്റെ ഇന്റർനാഷണൽ ട്രേഡ്? എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഭീഷണി നേരിടുന്ന, ഇല്ലാതായി പോകാൻ സാധ്യതയുള്ള ഒരു സ്പീഷീസിനെ, എൻഡേഞ്ചർ സ്പീഷീസിനെ കച്ചവടം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൺവെൻഷൻ, ഒരു മീറ്റിംഗ് കൂടി. അതാണ് സൈറ്റ്സ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ബില്ലിൽ എന്തൊക്കെയാണുള്ളത്? ഈ കൺവെൻഷനിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അവരവരുടെ രാജ്യങ്ങളിലെ സാധനങ്ങളെ ലിസ്റ്റ് ചെയ്യണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ജീവികൾ ഏതൊക്കെ, അവിടുന്ന് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ജീവികൾ ഏതൊക്കെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും വലിയ ഒരു പാമ്പാണ് അനക്കോണ്ട എന്നൊരു പാമ്പ്. അപ്പൊ ഈ പാമ്പിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് വീട്ടിലുള്ളവരെല്ലാം തിന്ന് വലുതാവും. അപ്പൊ അത് വീട്ടിലുള്ളവരെ തിന്ന് നിർത്തിട്ട് അടുത്തുള്ള ആൾക്കാരെ തിന്നൂലേ?
അപ്പൊ അങ്ങനെ ഒന്നും വലിയ പാമ്പുകളെയോ മറ്റു ജീവികളെയോ ഒന്നും അല്ല വലിയ ബോധലേനെ ഒന്നും വളർത്താൻ പാടില്ല, സിംഹത്തിനെ വളർത്താൻ പാടില്ല. അത് നിങ്ങൾ നേരെ മറിച്ച് ചില ഗൾഫ് രാജ്യങ്ങൾ നോക്കിയാൽ അവരുടെ വീടുകളിൽ അവർക്ക് സിംഹങ്ങളെ വളർത്താനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ചേഞ്ച് ഉണ്ട്. അപ്പൊ ഇതാണ് സൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയില് റീസെന്റ് ആയിട്ട് കറന്റ്ലി ഈ നിയമം വഴി 6 ഷെഡ്യൂൾസ് ഉണ്ടാക്കി. ഷെഡ്യൂൾ മീൻസ് മലയാളത്തിൽ പറഞ്ഞ പട്ടിക, ലിസ്റ്റ് ആണ്. അപ്പൊ 6 ഷെഡ്യൂൾ ഉണ്ടാക്കി. എന്തിനാണ്? പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ്, ഓക്കെ, സംരക്ഷിക്കേണ്ട ചെടികൾ, അതുപോലെ ആനിമൽസ്, അതുപോലെ തന്നെ വെർമിൻ, ചെറിയ ചെറിയ സ്പീഷീസ് ആയിട്ടുള്ള കാറ്റഗറി, ഇവരെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിൽ പേരെഴുതി വെച്ചു. അപ്പൊ പേരിലുള്ളവരെ എന്താണ്? പിടിക്കാൻ പാടില്ല, പിടിച്ചല്ലെങ്കിൽ അതിനെ വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതിൽ ചില ഗവൺമെന്റ് ഇതിനു വേണ്ടി, ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇതിനു വേണ്ടി പല പല അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്തു. ആ അതോറിറ്റീസ് ആണ് ഉണ്ടാവുക. സോ ജസ്റ്റ് ഹോൾഡ് ഓൺ മിനിറ്റ്, എനിക്ക് ഡൗട്ട്. ഓക്കെ, എനിക്കൊരു കുഞ്ഞു കൺഫ്യൂഷൻ ഉണ്ട്. വെർമിൻ സ്പീഷീസ്, അതായത് ചെറിയ കീടങ്ങൾ എന്ന് പറയും. കീടങ്ങൾ, അതായത് ചെടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടൈപ്പ് കീടങ്ങളെയാണ് വെർമിൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പം മൃഗങ്ങൾ, ചെടികൾ, കീടങ്ങൾ, ഇവരെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് സിംപ്ലി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ട കാര്യത്രേ ഉള്ളൂ. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്പെഷ്യൽ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളെ സംരക്ഷിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാവുന്ന ഒരു അതോറിറ്റി ഉണ്ടാവണം. ആ സയന്റിഫിക് അതോറിറ്റി വേണം ഇത് ക്ലിയർ ചെയ്യാൻ. എന്താ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു പ്രത്യേക ജീവിനെ പിടിച്ചോണ്ട് പോവാ, എന്നിട്ട് പോകുന്ന വഴിക്ക് തൃശ്ശൂർ വെച്ച് തന്നെ പോലീസുകാർ പിടിച്ചു. ആ പോലീസുകാരന്റെ ബാഗ് തുറന്നു നോക്കിയപ്പോ എന്താ? ഒരു ജീവി. അപ്പൊ ആ ജീവിയെ കുറിച്ച് പോലീസുകാർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അവരെന്നോട് പൊക്കോളാൻ പറയും. അപ്പൊ എന്താ, ഞാൻ രക്ഷപ്പെട്ടില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുന്നവരായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി ഒരു സാധനമാണ് ഇൻവേഴ്സീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമുള്ള കൺസെപ്റ്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, ചില ചെടികൾ, ഒരു മിനിറ്റ്, ചില ചെടികള് നമ്മുടെ രാജ്യത്ത് നല്ലതല്ല, ചില ചെടികൾ നമ്മുടെ രാജ്യത്ത് നല്ലതാണ്. ഉദാഹരണം പറയാൻ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മള് കൂടുതലായിട്ടും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാല്, ഒരു ഫ്രൂട്ട്സ് കൊടുക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, പ്ലം എന്ന ഫ്രൂട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പച്ചമുട്ട പോലത്തെ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, എന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ ഈ കേരളത്തിൽ കിട്ടുന്ന ചക്ക, മാമ്പഴം, അല്ലെ മാങ്ങ, പേരയ്ക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളെക്കാളും പ്രിഫറൻസ് കൊടുക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പഴങ്ങൾക്കോ ചെടികൾക്കോ. അപ്പൊ അങ്ങനെ വരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഏലിയൻ സ്പീഷീസ്. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യഗ്രഹജീവി നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിനും അറ്റ്മോസ്ഫിയറിനും മാച്ച് ചെയ്യാത്ത ജീവികൾ. അങ്ങനെയുള്ള ജീവികളെയോ അങ്ങനെയുള്ള ചെടികളെയോ കൊണ്ടുപോയി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നട്ടുപിടിപ്പിച്ച എന്ത് പറ്റും? ഇവിടെയുള്ള മരങ്ങൾക്കും ഇവിടെയുള്ള ചെടികൾക്കും ഇവിടെയുള്ള മറ്റ് ജീവികൾക്കും അവർ ഭീഷണിയാവും. ഓക്കെ, അപ്പൊ ഇത് റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ്സ് വൈ ദിസ് ബിൽ empowers the central government to regulate or prohibit the import of trade, possession and proliferation of invasive. ഇങ്ങനെയുള്ള ജീവികളെ കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു അമെന്റ്മെന്റ് വഴി. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ? സാങ്ച്വറീസ്, ഇങ്ങനെയുള്ള ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഓക്കെ, അത് വേണം, അതിന് സംരക്ഷണം കോമൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനോട് ചേർന്നുള്ള ഗ്രാമസഭകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഗ്രാമസഭകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ ഗ്രാമസഭ മാത്രമല്ല, ഈ ഏരിയയിൽ ചില ഷെഡ്യൂൾ ട്രൈബുകൾ ഉണ്ടാവും. അവർ കാടിന്റെ ഉള്ളിൽ നടന്ന് കയറി അവിടുത്തെ പഴങ്ങളും മറ്റ് ഇപ്പൊ തേനും ഒക്കെ എടുക്കുന്നവരുണ്ട്. അവരെയാണ് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് 2006. അപ്പോ എനിക്കിപ്പോ കാടിനുള്ളിൽ കയറിയിട്ട് തേൻ എടുക്കാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാരെ ഈ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലർ ആക്ട് പ്രകാരം ചില ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവർ കയറി എടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ എവിടെയാ പറയുന്നത്? അതൊക്കെ ഈ സൈറ്റ്സിലെ ബില്ല്
വന്ന ചില അപ്ഡേറ്റ്സ് ആണ്. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങൾ വായിച്ചത്. ഇനി സൈറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാം, ഓക്കെ, ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് വിത്ത് ദ സ്റ്റേറ്റ്സ്. അതിന്റെ എല്ലാ രാജ്യങ്ങളും അതിൽ സൈൻ ചെയ്യുന്നു. അത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കിയത് 1963 ഓൺവേർഡ്സ് ആണ്. ഓക്കെ, അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ഇത് 1975 ജൂലൈ ഓൺവേർഡ്സ് പ്രാവർത്തികമായി. So that is also very, very important. Okay, very, very important. Okay, അപ്പൊ സൈറ്റ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ. അപ്പോ ഞാൻ ഇന്നത്തെ നമ്മുടെ സെഷനിലെ വാട്ട് വി ഡിസ്കസ് അബൌട്ട് ദ മെയിൻ 2 topics. ഫസ്റ്റ് വൺ ഈസ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പൊ അതില് ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ താഴെ പറഞ്ഞ പോയിന്റുകള്, കൊളീജിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മ വേണം. രണ്ടാമത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെന്റ്മെന്റ് ആക്ട് 2021. എക്സാമിന് ചോദിക്കും, റീസെന്റ് ആയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെന്റ്മെന്റ് ആക്ട് വന്ന വർഷം ഏതാണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ആൻഡ് ദേ വിൽ ആസ്ക് ദ ഫുൾ ഫോം ഓഫ് സൈറ്റ്സ്. എന്താണ് സൈറ്റ്സ് ഫുൾ ഫോം ചോദിക്കും. അടുത്ത ചോദ്യം, സൈറ്റ്സ് ഏത് വർഷമാണ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് ചോദിക്കും. സൈറ്റ്സ് ഏത് ഓർഗനൈസേഷൻ ആണ് അത് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. സോ നമ്മൾ അതിനു വേണ്ടി നോക്കിയപ്പോൾ സൈറ്റ്സ് IUCN ആണെന്ന് ഓർമ്മ വേണം. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, അങ്ങനെ ചോദ്യങ്ങൾ ഓർത്തു വെച്ച് വേണം പഠിക്കാൻ, അല്ലാതെ വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് we have discussed about a small missile. Hellfire R9X മിസൈൽ ആണ്. വേറൊന്നുമില്ല, നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഫ്ഗാനിസ്ഥാനിൽ, അതായത് ഇപ്പോഴത്തെ താലിബാൻ എന്നുള്ള രാജ്യത്തും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കുഞ്ഞു തീവ്രവാദി, കുഞ്ഞല്ല വലിയ തീവ്രവാദി സെറ്റപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് അൽ ഖ്വയ്ദ. നമ്മുടെ ഒസാമ ബിൻ ലാദന്റെ അൽ ഖ്വയ്ദ. അപ്പൊ ഒസാമ ബിൻ ലാദനെ നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ എന്തോ സ്പിയർ, അതിന്റെ പേര് പറഞ്ഞേ, ഐ തിങ്ക് ഓപ്പറേഷൻ സ്പിയർ ഹെഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, US ആർമിയുടെ, US മിലിറ്ററിയുടെ ഒരു സീക്രട്ട് അറ്റാക്കിന്റെ ഭാഗമായിട്ട് അൽ ഖ്വയ്ദ ചീഫ് ഒസാമ ബിൻ ലാദൻ മരിച്ചുപോയി, കൊന്നുകളഞ്ഞു. ഇതുപോലെ തന്നെ അൽ ഖ്വയ്ദയുടെ അടുത്ത നേതാവ് ഐമൻ അൽ സവാഹിരിനെ കൊന്നുകളഞ്ഞിട്ടുണ്ടായിരുന്നു റീസെന്റ് US. അതിനവർ ഉപയോഗിച്ച ഒരു മിസൈലാണ് ഈ ഹെൽഫയർ R9X. അത്രേ ഉള്ളൂ. വേറെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വായിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കോസ് മിനിമം കൊലാട്രൽ ഡാമേജ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊലാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാന് ഒരു ബോംബ് എടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോംബ് പൊട്ടുമ്പോ ഞാൻ ഉദ്ദേശിച്ച ആൾ മരിക്കും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ആൾ മരിക്കും. പക്ഷെ ആ സൂപ്പർ മാർക്കറ്റില് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ വന്ന കുട്ടികൾ, ആൾക്കാർ മരിച്ചു പോയില്ലേ? അപ്പൊ കൊലാട്രൽ ഡാമേജ് പറഞ്ഞാൽ അതാണ്. അങ്ങനെയുള്ളവർ മരിച്ചു. അപ്പൊ അത് ഒഴിവാക്കണം. അപ്പൊ ഈ ഹെൽഫയർ R9Xന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കുഞ്ഞ് ഹെലികോപ്റ്റർ പോലത്തെ സാധനം, അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന ഡ്രോൺ ഇല്ലേ, ഡ്രോൺ പോലത്തെ ഒരു സാധനമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു കുഞ്ഞു സാധനത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല്, ഇത് ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ വളരെ അടുത്ത് പോയി നിൽക്കും. പറന്ന് അയാളുടെ വളരെ അടുത്ത് ചെന്നിട്ട് അവിടെ വെച്ച് അത് പൊട്ടിത്തെറിക്കുകയോ അല്ല ഇതിൽ നിന്ന് ഒരു വെപ്പൺ അങ്ങോട്ട് പോവുകയോ ബോംബ് പോവുകയോ മിസൈൽ പോവുകയോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് മിസൈലുകളാണ് നിഞ്ച മിസൈൽ എന്ന് പറയുന്നത്. നിഞ്ച എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ഫോമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയ ബ്ലേഡ്, റേസർ ഉണ്ടാവും, ഡിപ്ലോയ് റേസർ ബ്ലേഡ് അറ്റ് ദ ടെർമിനൽ സ്റ്റേജ് ഓഫ് ഇറ്റ്സ് അറ്റാക്ക് ട്രാജക്ടറി. വളരെ അടുത്ത് ചെന്ന് കുറെ ബ്ലേഡുകൾ ഉപയോഗിച്ച് ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തി ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിച്ചത് അയാളെ മാത്രം കൊല്ലുന്ന, വളരെയധികം മിനിമം കൊലാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വെപ്പണാണ് ഹെൽഫയർ R9X മിസൈൽ. ഇത് രസമാണ്, ഇത് നിങ്ങൾ വായിക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണ് ഇത്. ഐമൻ അൽ സവാഹിരി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ രാവിലെ വെറുതെ ഇങ്ങനെ നിന്ന് കാറ്റ് കൊള്ളുമായിരുന്നു. അപ്പൊ അയാളെ വളരെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഡ്രോൺ പോലെ വരികയും ആ ടെറസിന്റെ മുകളിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിത്തെറിച്ച് അയാൾ മരിക്കുകയും ചെയ്തു. സോ ദാറ്റ്സ് എ പ്ലാൻ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. യു ക്യാൻ റീഡ്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഡീറ്റെയിൽസ് വായിക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ഇതിൽ പറയാനൊന്നും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നിങ്ങൾക്കറിയാം, ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളെ സമ്പത്തുമായിട്ട് അടുപ്പിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ
വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലേഡ് പലിശക്കാരനാണെന്ന് വിചാരിക്കാം. ബ്ലേഡ് പലിശക്ക് പലിശക്ക് കൊടുക്കുന്നയാൾ. അപ്പൊ എങ്ങനെ ഞാൻ പലിശക്ക് കൊടുക്കണേ? ഞാൻ എന്റെ വീടിന്റെ സൈഡില് ഒരു ജനൽ വഴിയോ അല്ലെങ്കിൽ വാതിൽ വഴിയോ ഒരു കുഞ്ഞു കൗണ്ടർ വഴിയാണ് പൈസ കൊടുക്കുക. അപ്പൊ ആ നാട്ടിലെ പാവങ്ങളായ മനുഷ്യര് എന്റെ വീട്ടിൽ വരികയും അവരുടെ വിളക്ക്, മൊന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വില പിടിച്ച പാത്രങ്ങൾ, സ്വർണ്ണ മോതിരം, കമ്മൽ, മൂക്കുത്തി, അല്ലെങ്കിൽ അവരുടെ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം, ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് എന്റെ നിന്ന് പൈസ വാങ്ങിക്കുക. അപ്പൊ അങ്ങനെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഒരു ഡോക്യുമെന്റുകളിലോ ആധാർ കാർഡോ ഒന്നും ഞാൻ ചോദിക്കാറില്ല. ഞാൻ അവർക്ക് അപ്പൊ തന്നെ അവരുടെ കയ്യിലുള്ള സാധനം മേടിച്ചു വെച്ച് പൈസ കൊടുക്കാറാണ് പതിവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിസ്റ്റം? ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഷ്രോഫ് മാർക്കറ്റ്. SHROFF, ഷ്രോഫ്. അതായത് ബ്ലേഡ് പലിശക്കാരൻ. അപ്പൊ ഈ ബ്ലേഡ് പലിശക്കാരുടെ പ്രശ്നം എന്താ? അവര് ഒരു ഡോക്യുമെന്റുകളിലും ഒരു എഗ്രിമെന്റുകളിലും നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കുന്നില്ല. അവർ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർ നിങ്ങളുടെ നിന്ന് വളരെ വലിയ പലിശ വാങ്ങിക്കും. അപ്പൊ ആ പലിശ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന് എന്ത് പറ്റും? ആ പണയം വെച്ചിരിക്കുന്ന എന്ത് സാധനമാണോ അത് ആ പലിശക്കാരന്റെ ആയി മാറും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അങ്ങനെ വരുമ്പോ വലിയ സാമ്പത്തിക കടത്തിലേക്ക് ഈ പലിശ വെക്കുന്ന ആള് വരും. എന്നിട്ട് അയാളുടെ പലിശക്കാരന് പലിശ കൊടുക്കാൻ പറ്റാതെ കൂടി അയാൾ ആത്മഹത്യയിലേക്ക്. വളരെ കോമൺ ആയിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലും കാണുന്ന കാര്യമാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ചെയ്താൽ മതി. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആരാണ് ഇങ്ങനെയുള്ള ബ്ലേഡ് പലിശക്കാരുടെ വീട്ടിൽ പോകുന്നത്? സാധാരണക്കാരായ മനുഷ്യർ. അപ്പൊ ഈ സാധാരണക്കാരനായ മനുഷ്യന് വേണമെങ്കിൽ വീടിനടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SBIയിൽ പോയാൽ ഇതേ പൈസ കിട്ടും ലോൺ. പക്ഷെ അയാൾക്ക് ആ SBIയിലേക്ക് പോകാനുള്ള മടി എന്തുകൊണ്ടാണ്? അയാൾക്ക് ആ SBIയുടെ ബാങ്കിന്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ AC, ഗ്ലാസ്, സെറ്റപ്പ് അത് കാണുമ്പോൾ അതിനകത്ത് കയറാൻ ഒരു മടി വരുന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണ്? ആ ബാങ്കിലെ ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്ന അറിയില്ല. പോയിന്റ് നമ്പർ 3, SBI എന്നുള്ള ബാങ്കിൽ ചിലപ്പോൾ ഇയാളുടെ നിന്ന് ഒത്തിരി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി കൊടുക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് കുറെ കൊടുക്കുമ്പോൾ ഇയാൾക്ക് മടുപ്പ് വരും, അതുകൊണ്ട് പോവില്ല. പക്ഷെ ഈ മടുപ്പൊക്കെ ഉണ്ടെങ്കിലും അവർ മനസ്സിലാക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ പോലുള്ള ബ്ലേഡ് പലിശക്കാരെക്കാളും വളരെ പലിശ കുറവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ ലോണിന് ഈടാക്കുക. അപ്പൊ ഞാൻ തൂങ്ങി മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ചിലപ്പോ കുറയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്താൽ. അപ്പൊ എന്താ? വീണ്ടും വലിയ വലിയ കടകളിലേക്ക് ഞാൻ പോകുന്നു. അതുകൊണ്ടാണ് നാഷണലൈസ് ബാങ്കുകളോ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നോ പലിശ അല്ലെങ്കിൽ പൈസ എടുക്കുവാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. ബാങ്കിങ് മാത്രമല്ല, എല്ലാ ഇൻഷുറൻസും പോസ്റ്റും എല്ലാം അങ്ങനെ പബ്ലിക് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്ടറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ജനങ്ങളെ ഞാൻ ഈ പറഞ്ഞ ബാങ്കിന്റെയും ഇൻഷുറൻസിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും അടിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അങ്ങോട്ട് അവരെ എങ്ങനെയെങ്കിലും ആ ബാങ്കിനുള്ളിൽ കയറ്റുക, എന്നിട്ട് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും, ഇത് വളരെ എളുപ്പമാണല്ലോ, ഇത് എന്റെ ജീവിതത്തിന് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത വരും. ഈ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണ്? ഒരു വീട്ടിൽ ഇന്ന് വരെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാത്ത ഒരു ഗൃഹനാഥൻ ഉണ്ടെങ്കിൽ അയാൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ അയാൾക്ക് 6000 രൂപയും ഇൻഷുറൻസിന്റെ പരിരക്ഷയും അങ്ങനെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ? എല്ലാ നാട്ടുപുറത്തുള്ള പാവങ്ങളായ വീട്ടിലെ ഗൃഹനാഥന്മാര് ഈ പൈസ കിട്ടൂലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടൂലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി അക്കൗണ്ട് എടുക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ, ബാങ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ പിന്നെ എന്താണ്? പിന്നെ ഒരു ലോണിന്റെ ആവശ്യത്തിന് അയാളോ അയാളുടെ കുടുംബക്കാരോ എന്നെ പോലുള്ള ബ്ലേഡ് മാഫിയയുടെ അടുത്ത് വന്ന് പൈസ എടുക്കില്ല, ബാങ്കിൽ പോയി എടുക്കും. ഇതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കണമല്ലോ, എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കണം. അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഫിനാൻസ് സ്ഥാപനങ്ങളും നടപ്പിലാക്കണം. അപ്പം RBI ഡെവലപ്ഡ് എ കോമ്പസിറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്, ഒരു സൂചിക ഉണ്ടാക്കി. എന്തിനാണ്? ഇന്ത്യയിലുള്ള ബാങ്കിങ് എത്ര ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടന്നു, ഇൻവെസ്റ്റ്മെന്റിൽ എത്ര നടന്നു, ഇൻഷുറൻസിൽ എത്ര, പോസ്റ്റ് എത്രയാണ്.
ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ അത് ഇംപ്രൂവ് ചെയ്തു, 56.6 വന്നു. 53 ആയിരുന്നു, അതിന് 56. അപ്പൊ നല്ലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എല്ലാ ദിവസവും വരുമോ, എല്ലാ മാസവും വരുമോ? ഇത് എല്ലാ വർഷവും ആനുവലി ജൂലൈയിലാണ് വരിക. അതൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത. ഓക്കെ, പിന്നെന്താ ഇതില് കുറെ കാര്യങ്ങളാണ്. ആക്സസ് യൂസേജ് ക്വാളിറ്റി ഒക്കെ ഉപയോഗിച്ചാണ് ഇവർ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി വായിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പം ഈ ഒരു പേജില് വാട്ട് വി ഡിസ്കസ് അബൌട്ട് ദ ഹെൽഫയർ R9X മിസൈൽ ആൻഡ് ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇനി പറയാനുള്ളതും മറ്റൊരു സാമ്പത്തിക റിലേറ്റഡ് ആയ ടോപ്പിക് ആണ്. ദാറ്റ് ഇസ് ദ ട്രേഡ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന വാക്കിന്റെ മീനിങ് കമ്മി, കുറവ് എന്നാണ്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡില്, ബിസിനസ്സിൽ കുറവുണ്ടായി, കച്ചവടത്തിൽ കുറവുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഹാസ് വൈഡൻഡ്. ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ മീനിങ് എന്താണ്? ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് കച്ചവടത്തിലെ കമ്മി കൂടിയിട്ടുണ്ടെന്ന്. വൈഡ് എന്ന് പറഞ്ഞാൽ വലുതായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളും കുറവുണ്ട്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ്. BOT is a gap between exports and import. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ഞാന് ആപ്പിൾ എന്ന കമ്പനിയുടെ 2 ലക്ഷം രൂപ വരുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങി വിചാരിക്കാം. അപ്പൊ ആപ്പിൾ എന്നുള്ള കമ്പനി ഇന്ത്യൻ കമ്പനി അല്ല, അമേരിക്കൻ കമ്പനി. അപ്പൊ ഇന്ത്യയില് 2 ലക്ഷം രൂപയാണ് ആപ്പിളിന്റെ വില, കമ്പനി, അതായത് എന്റെ ആപ്പിൾ ലാപ്ടോപ്പിന്റെ വിലയെങ്കിൽ ആ 2 ലക്ഷം രൂപ എങ്ങോട്ടാണ് ഒഴുകി പോവുക? അമേരിക്കൻ കമ്പനിയിലേക്ക് ഒഴുകി പോകും. അപ്പൊ ഇന്ത്യയുടെ മണി അങ്ങോട്ടാണ് ഒഴുകി പോവുക. അപ്പൊ ഇമ്പോർട്ട്, ഒരു രാജ്യത്ത് നിന്ന് നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്താൽ നമ്മുടെ പൈസയാണ് അങ്ങോട്ട് പോവുക, സാധനം ഇങ്ങോട്ട് വരും. നേരെ മറിച്ച് ഇന്ത്യ ഒരു 10 കിലോ എന്താ പറയാ തേൻ, ഹണി എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ 10 കിലോ ഹണി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക ഒരാൾ 10 കിലോ ഹണി വാങ്ങിക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഡോളർ ഇന്ത്യയിലേക്കല്ലേ വരുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് മണി ഫ്ലോ കൂടുവാണ്. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പൈസ കിട്ടുകയും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പൈസ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോമൺ സെൻസ് കൺസെപ്റ്റ് എന്താണ്? ഒരു രാജ്യത്തിന് ഇമ്പോർട്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും, എക്സ്പോർട്ട് കൂടുതലായിരിക്കും. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പൊ ഇമ്പോർട്ട് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇമ്പോർട്ട് കുറവാണെന്ന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഇവിടുന്ന് പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. എക്സ്പോർട്ട് കൂടുതലാന്ന് പറഞ്ഞാലോ, എക്സ്പോർട്ട് കൂടുതലാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ക്യാഷ് വരുന്നുണ്ട്. അപ്പം എപ്പോഴും നല്ലത്, അതായത് എപ്പോഴും നല്ലത് എന്താണ്? എക്സ്പോർട്ട് ഹൈ, ഇമ്പോർട്ട് കുറവായിരിക്കും. ഈ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെ വ്യത്യാസത്തിനെയാണ് BOT അഥവാ ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഇത്രയുള്ള സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പല രീതിയിൽ നമ്മളെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഗോൾഡ്, ക്രൂഡ് ഓയില്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പൈസ ഒഴുകി പോകുന്നത് ഒരു പരിധി വരെ കുറയ്ക്കും. സോ അങ്ങനെ കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രാജ്യത്ത് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ആയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ആ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് റീഡ് ചെയ്യാൻ മറക്കല്ല. ഇനി ഒരു പോയിന്റ് കൂടെ, ആംഡ് ഫോഴ്സിന് സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആരാണ് ഇന്ത്യയിലെ ആംഡ് ഫോഴ്സ് ഏതൊക്കെയാ? ആർമി, നേവി, എയർഫോഴ്സ്. ഈ മൂന്നിന്റെയും സുപ്രീം കമാൻഡർ ഒരേ ഒരാളാണ്, അത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് പവറും അയാളുടെ കയ്യിലാണ്. ഏതൊക്കെയാണ്? 3 വിങ്സ് എല്ലാം. ഇയാളാണ് ഇന്ത്യയുടെ ആർമിയുടെയും നേവി, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ആർമിയുടെ 3 പേര്. എയർഫോഴ്സും നേവിയുടെയും അതുപോലെ തന്നെ ആർമിയുടെയും ചീഫുകളെ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് പ്രസിഡന്റ് തന്നെയാണ് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും യുദ്ധം നിർത്തുന്നതും, പക്ഷെ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരുടെ അഭിപ്രായം ചോദിക്കും. പ്രസിഡന്റ് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. മന്ത്രിമാരുടെ അഭിപ്രായം മാത്രമേ ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റൂ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74, which states that President shall exercise his function only on the aid and advice of the Council of Ministers, headed by the Prime Minister. അപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെയും മറ്റ് മന്ത്രിമാരുടെയും അഭിപ്രായം ചോദിച്ചിട്ടേ
ഞാൻ ഈ പറഞ്ഞ ആർമീനെയും നേവിനെയും തോന്നിയ പോലെ ഇറക്കാൻ പറ്റും. ഓക്കെ, അതൊരു വലിയ പോയിന്റ് ആണ്. മാത്രമല്ല, ഈ സുപ്രീം കമാൻഡ് ടു ദ ഡിഫൻസ് ഫോഴ്സ് ഓഫ് ദി യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. ഈ എല്ലാ മൂന്ന് ഫോഴ്സിന്റെയും കൺട്രോള് പ്രസിഡന്റിന്റെ കയ്യിലാന്ന് പറയുന്ന ആർട്ടിക്കിൾ 53. ഇത്ര ഓർത്തു വെക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? സുപ്രീം കമാൻഡർ, അദ്ദേഹത്തിന്റെ പവർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് വേണം, അത് ആർട്ടിക്കിൾ 74. കമാൻഡറിന്റെ സുപ്രീം പവർ കിട്ടുന്നത് ആർട്ടിക്കിൾ 53. അപ്പൊ ഈ ഒരു ഷീറ്റിലെ മറ്റ് പോയിന്റുകളെല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ടോപ്പിക് വി ഡിസ്കസ് അബൌട്ട് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ്. സെക്കൻഡ് വൺ വി ടോക്ക് അബൌട്ട് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അതിന്റെ സൈഡ്സ് കേട്ടോ, മറന്നുപോലെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. And the third one, we talk about the third point, we talk about the Hellfire R9X missile. And the fourth topic we talk about is Financial Inclusion Index. Okay, and the second last topic, trade deficit, balance of payment, balance of trade, and finally Article 54, Article 53, Article 74. Okay, what is that? Supreme Commander of the Armed Forces. Okay, so ഇത്രയും പോയിന്റ്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കാന്നേ ഉള്ളൂ. ജസ്റ്റ് അത് ഓർത്ത് വെച്ച് വായിക്കുക. ഓക്കെ, നൗ വിൽ മൂവ് ടു ദ അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മുടെ സെഷനിൽ പറയാനുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഈ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും വരുവാണെങ്കിൽ while I am talking you can type in the chat box and ask me any doubts regarding the topic. Okay, so ക്രിസ്റ്റി, രണ്ടാമത്തെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. സർ, കാണാൻ പറ്റുന്നുണ്ട്. So everyone, let's talk about the next sheet. Okay, let's start. In this session, we are talking about the Mineral Security Partnership. Okay, അപ്പോൾ ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഇന്ത്യ നോട്ട് എ പാർട്ട് ഓഫ് ദി മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ആണ്. ഇന്ത്യ അതിന്റെ ഭാഗമല്ല. ഒരു മിനിറ്റ്, ഇന്ത്യ അതിന്റെ ഭാഗമല്ല. മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. അപ്പൊ ഇത് ഇന്ത്യ അല്ല, ഇതിന്റെ ഒരു പരിപാടി ആരാ തുടങ്ങിയത്? ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് യുഎസിന്റെ ഒരു പാർട്ണർഷിപ്പ് പരിപാടിയാണ്. അതായത് ഈ മിനറൽസ് ആൻഡ് വിറ്റമിൻസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ മിനറൽസ് അല്ല, ഇപ്പം അലുമിനിയം അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബസാൾട്ട്, അങ്ങനെയുള്ള കുറച്ച് മിനറൽസ് കാറ്റഗറി സാധനങ്ങള് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂർ ചെയ്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി യുഎസ് പാർട്ണർഷിപ്പ് തുടങ്ങിയ ഒരു ചെയിൻ. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മിനറൽസും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലുള്ളത് ചൈനയിലാണ്. അപ്പൊ ഒട്ടുമിക്ക ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചൈനയിലെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ കാര്യങ്ങൾക്ക് ചൈന ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൂടെ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ കണ്ടോ, മൈൻസ് ഇൻ ആഫ്രിക്ക ഫോർ ദ എലമെന്റ്സ് സച്ച് ആസ് കൊബാൾട്ട്. അപ്പം ചൈനനെ കട്ട് ചെയ്ത് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് MSP, മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. ഓക്കെ, ഇതിൽ ആരൊക്കെയുണ്ട്? US കൂടാതെ MSPയില് includes Australia, Canada, Finland, France, Germany, Japan, Republic Korea, Sweden, UK and India. ഇതിലെ ഇവരെന്തൊക്കെയാണ് ഇതിനെ സപ്ലൈ ചെയ്യുന്നത്? എന്താ ഞാൻ ഈ പറഞ്ഞ മിനറൽസ് ലൈക്ക് കൊബാൾ, നിക്കൽ, ലിത്തിയം. അതുപോലെ ഇന്ത്യയിൽ ഭൂമിയിൽ കിട്ടാത്ത 17 തരത്തിലുള്ള റെയർ മിനറൽസിനെയാണ് ഇവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്കും ഭാവിയിൽ ചിലപ്പോ ഇന്ത്യ ഇങ്ങനെ വളർന്നു വലുതാകുമ്പോൾ വേണ്ടി വരും. കാരണം ലിത്തിയം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാം. ലിത്തിയം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കറിയാം, ലിത്തിയം ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ടു ബിൽഡ് ബാറ്ററി. അപ്പൊ ഇനി ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു തുടങ്ങും. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് ലിത്തിയം വാങ്ങിക്കേണ്ടി വരും. അപ്പം ഇന്ത്യയും ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പിന്റെ ഭാഗമാവാനുള്ള സാധ്യത. ഇപ്പൊ റെയർ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. റെയർ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒബ്റ്റൈൻഡ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് 15 എലമെന്റ്സ് റെഫർഡ് ടു ആസ് ദ ലാന്തനൈഡ് സീരീസ്. പീരിയോഡിക് ടേബിളിലെ ലാന്തനൈഡ് എന്നുള്ള കാറ്റഗറിയില് ഇപ്പൊ സ്കാൻഡിനിയം, ലിഥൂരിയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെയർ അല്ല, എന്നാലും അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 15 എലമെന്റ് കാറ്റഗറിനെ പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു എലമെന്റ് ലിസ്റ്റിനെയാണ് നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ്, റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്.
ഇങ്ങനെയുള്ള മെറ്റൽസിനെയും അതുപോലെ കൊബാൾട്ട്, ലിഥിയം പോലുള്ള മെറ്റൽസിനെയും പല രാജ്യങ്ങൾക്കും അത്യാവശ്യമായതുകൊണ്ട് അത് ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പിന്റെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പോയിന്റ്, ഇന്ത്യ നമ്മളല്ല USA ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ അതിന്റെ മെമ്പർ അല്ല എന്നുള്ള പോയിന്റ് കൂടെ ഓർക്കുക. പക്ഷെ ഇന്ത്യ മെമ്പർ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് റെയർ മെറ്റൽസ് എന്ന് പറയുമ്പോൾ, റെയർ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ അതില് 17 എലമെന്റ്സ് ഉണ്ട്. അതിനെ ലൈറ്റ് RE എലമെന്റ്സ് അല്ല LRE എന്നും ഹെവി RE എലമെന്റ്സ് എന്നും പറയും, റെയർ എർത്ത് എലമെന്റ്സ് എന്നുള്ള. അപ്പൊ HRE എന്നും LRE എന്നും പറയും. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1-2 എക്സാമ്പിൾസ് കൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായി. ഓക്കെ, സോ ദാറ്റ് ഈസ് the most important topic in this section, mineral security partnership. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റംസാർ കൺവെൻഷൻ. അപ്പൊ റംസാർ കൺവെൻഷൻ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ പുതിയ പുതിയ ചതുപ്പ് നിലങ്ങളെ ആഡ് ചെയ്യുന്നുണ്ട്. സോ 10 മോർ വെറ്റ്ലാൻഡ്സ് ആഡ് ചെയ്തു ഇന്ത്യയിലുള്ള 10. ഓക്കെ, അപ്പൊ ടോട്ടൽ 64 സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഈ വെറ്റ്ലാൻഡ്? നമുക്ക് ഓൾറെഡി അറിയാം, ചെറിയ ചതുപ്പ് നിലങ്ങൾ, മാർഷി ലാൻഡ്സ്, ലേക്ക്, ഫുഡ് പ്ലെയിൻസ്, ഇതിനെല്ലാം കൂടെ ചേർന്നാണ് പറയാം. ഓക്കെ, റംസാർ. അപ്പൊ ഈ റംസാർ എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇന്ത്യ അതിന്റെ ഒരു കോൺട്രാക്ടിംഗ് പാർട്ണർ ആണ്. റംസാർ എന്നുള്ള സ്ഥലം ഇറാനിലാണ്. 1971 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യ 1982 സൈൻ ചെയ്തത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളും ഇപ്പോൾ റംസാർ കൺവെൻഷൻ സൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സംരക്ഷിച്ചിട്ട് വരുന്നു. റീസെന്റ് ആയിട്ട് കുറച്ച് 10 ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തമിഴ്നാട്ടിലുള്ള കൂന്തംകുളം ബേർഡ് സാങ്ച്വറി, സത്കോസിയ ഗോർഗ്, നന്ദ ലേക്ക്, ഗൾഫ് ഓഫ് മാന്നാർ. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരുന്ന 10 തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട്, തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും കർണാടകത്തിലും ഗോവയിലും ഒക്കെ ആയിട്ട്, ഒഡീസയിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന 10 പുതിയതായിട്ട് വന്ന വെറ്റ്ലാൻഡ്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ, ആർക്കെങ്കിലും അത് വെറ്റ്ലാൻഡ് എന്താണെന്ന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്റെ പ്രീവിയസ് സെഷൻസ് ഓൾറെഡി തരുന്ന യൂട്യൂബ്, നിങ്ങൾക്ക് അത് കാണാം. അതിൽ വെറ്റ്ലാൻഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ CCAMLR. ഓക്കെ, എന്താണ് CCAMLR? ഇറ്റ് ഈസ് കമ്മീഷൻ, ഒരു കമ്മീഷൻ. എന്തിനുള്ളതാണ്? കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറീൻ ലൈഫ് ഓർഗനൈസേഷൻ, മറീൻ ലിവിംഗ് റിസോഴ്സസ്. അവിടെയുള്ള കടലിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, ഒത്തിരി ജീവികളെ ആൾക്കാർ പിടിച്ച് ഉപദ്രവിച്ച് നശിപ്പിച്ചു കളയുന്നുണ്ട്. ഇന്ത്യയും എൻഡോസ് ചെയ്തിട്ടുണ്ട് ഇൻ 1985. ആൻഡ് മെമ്പർ ആണ് ഇതിലെ. ഓക്കെ, ആൻഡ് കൺവെൻഷൻ നമ്മൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ചെറിയൊരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ് കമ്മീഷൻ ഫോർ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറീൻ ലിവിംഗ് റിസോഴ്സസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പോപ്പുലേഷൻ എങ്ങനെ ചെതറിക്കിടക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാണ് ഡെമോഗ്രഫി എന്ന് പറയാം, വേറെ ഒന്നുമില്ല. അപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട് ജില്ലയും എറണാകുളം ജില്ലയും നിങ്ങൾ കമ്പയർ ചെയ്താൽ ജനങ്ങൾ കൂടുതലും താമസിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ തിങ്ങി നിൽക്കുന്നത് എറണാകുളത്താണ്. എന്നാൽ വയനാട്ടിൽ അത്രയും പോപ്പുലേഷൻ ഇല്ല. എന്തുകൊണ്ട്? കാരണം കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാനും അതിൽ നിന്ന് കാശുണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഭൂരിഭാഗം ആൾക്കാരും ഈ സിറ്റി, തുറമുഖ നഗരങ്ങളോട് ചേർന്ന് നിൽക്കും അല്ലെങ്കിൽ താമസിക്കും. ഓക്കെ, എന്നാൽ ഉൾപ്രദേശങ്ങളിലോട്ട് അങ്ങനെ താമസിക്കുകയില്ല. അപ്പൊ ഇതിനെയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം പിക്ചർ നിങ്ങൾ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയില് മുംബൈ എന്നൊരു സ്ഥലമുണ്ട്, ബാംഗ്ലൂർ എന്നൊരു സ്ഥലമുണ്ട്, ചെന്നൈ എന്നൊരു സ്ഥലമുണ്ട്, കൊൽക്കത്ത എന്നൊരു സ്ഥലമുണ്ട്, ഡൽഹി എന്നൊരു സ്ഥലമുണ്ട്. ഈ ഞാനീ പറഞ്ഞ 5 സ്ഥലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ താമസം ഉണ്ടാവുക. കാരണം എന്താ? മെട്രോസ്, സിറ്റിയാണ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ താമസം ഇല്ലെന്നല്ല. എന്നാലും ഈ ലോകത്തിൽ മൊത്തം ഏകദേശം 8 ബില്യൺ ആൾക്കാരുണ്ട്. അത് 2050 ആകുമ്പോഴേക്കും 9.8 ബില്യൺ ആവും. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു 1.5 കണ്ട് ഇന്ത്യ തന്നെയാണ് ഈ 8 ബില്യണില്. അപ്പൊ അത്രയും വലിയ വാസ്റ്റ് പോപ്പുലേഷൻ ഇങ്ങനെ പരന്ന് കിടക്കുവാണ്, പല സ്ഥലങ്ങളിൽ തിങ്ങി നടക്കും, കുറഞ്ഞു കിടക്കും അങ്ങനെ. അപ്പൊ UN അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന് പേരാണ് വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് 2020. ഓക്കെ, ഇതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളത് ഉദ്ദേശിച്ചത്.
അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള വാക്കിന് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഈ ചെതറിക്കിടക്കുന്ന പോപ്പുലേഷനില് ചെറുപ്പക്കാർ എത്ര പേരുണ്ട്, പ്രായമായവർ എത്ര പേരുണ്ട്, കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് തരംതിരിച്ചാൽ, അങ്ങനെ തരംതിരിച്ച് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്താൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, രാജ്യം പുരോഗതിയിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർ കൂടുതലുള്ള ഒരു രാജ്യമാണെങ്കിലോ അവിടെ കൂടുതൽ വരുമാനം ഉണ്ടാവാനുള്ള സാധ്യതകളാണെന്നുണ്ട്. കാരണം അവർ ജോലി എടുക്കും, അപ്പൊ അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഏതാ 15 to 64 വയസ്സ്, ദാറ്റ് ഈസ് ലാർജർ ദാൻ ദ നോൺ വർക്കിംഗ് ഏജ് ഓഫ് പോപ്പുലേഷൻ. അതായത് 14 താഴെയും 65 വയസ്സിന് മുകളിലുള്ള ഗ്രൂപ്പ്. അപ്പൊ ഇന്ത്യയുടെ ഒരു കേസ് നിങ്ങൾ ചുമ്മാ എടുത്തു കഴിഞ്ഞാല്, എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിൽ ഭൂരിഭാഗം പോപ്പുലേഷനും 15-നും 64 വയസ്സിനും ഇടയിലുള്ളവർ. അവർക്ക് കുറച്ച് ആരോഗ്യങ്ങളുണ്ടാവും. 15 വയസ്സ് താഴെയുള്ളവരാണെങ്കിൽ പിള്ളേരാണ്, 64 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ പ്രായമുള്ളവരാണ്. അപ്പൊ ഇതിനിടയിലുള്ള ഗ്രൂപ്പിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാജ്യം വളരൂലേ? അപ്പൊ ആ ഗ്രൂപ്പിന് നല്ല ഹെൽത്ത് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, സാമ്പത്തിക ശേഷി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഇതിനാണ് ഡെമോഗ്രാഫിക്. അപ്പൊ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഫോർവേഡ് ലുക്കിംഗ് പോളിസികൾ കൊണ്ടുവരിക, സ്കില്ല് വളർത്തുക, വിദ്യാഭ്യാസം കൊടുക്കുക, അത്രയുള്ള കാര്യം. അപ്പൊ ഇന്ത്യയുടെ ഒരു ഡെമോഗ്രാഫിക് പ്രോഗ്രസ് നിങ്ങൾ നോക്കിയാൽ ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. 66% ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് ബിലോ ദ ഏജ് ഓഫ് 35. ഇതാണ് ഈ ഒരൊറ്റ പോയിന്റിലാണ് നിങ്ങളുടെ രാജ്യം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ രാജ്യത്ത് ഈ ഒരൊറ്റ പോപ്പുലേഷൻ, ഈ ഒരൊറ്റ ഗ്രൂപ്പ് ആൾക്കാരുണ്ടായത് കൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള സാധനം വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഫേസ്ബുക്ക് എന്നൊരു സാധനം വർക്ക് ചെയ്യുന്നത്, ഇവിടെ വാട്സാപ്പ് എന്നൊരു സാധനം വർക്ക് ചെയ്യുന്നത്, ഇവിടെ സ്വിഗ്ഗി എന്നൊരു കമ്പനി വളരുന്നത്, ഇവിടെ ആമസോൺ എന്നൊരു കമ്പനി വളരുന്നത്. അങ്ങനെയല്ല. അപ്പൊ നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുണ്ടോ 66% പോപ്പുലേഷൻ, ഇന്ത്യയിലുള്ള 66% പോപ്പുലേഷൻ 90 വയസ്സ് പ്രായമുള്ളവരായിരുന്നെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം വരുമോ? ഇല്ല. ഇവിടെ ആമസോൺ വരുമോ? ഇല്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 2020 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്താണ്, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ഇത് ഒരു മീഡിയ നോക്കിയപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയും US ഒക്കെ ഇതിന്റെ ബാക്കിൽ. ഓക്കെ, സോ ആ കണക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കുറച്ച് ഇന്ത്യയുടെ വർക്ക് ഞാൻ പറഞ്ഞല്ലോ, ജോലി ചെയ്യാൻ കഴിവുള്ളവരുടെ ലിസ്റ്റാണ്, അവരെ സഹായിക്കുന്ന ഞാൻ ഈ പറഞ്ഞ പോയിന്റ്. റെസ്റ്റ് ഓഫ് ദ പോയിന്റ് ഇസ് വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, കാര്യം ഇത്രയുള്ളൂ. ഡെമോഗ്രാഫിക് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ ദാറ്റ് ഇസ് ഓൺലി ഫോർ എക്സാംസ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു ജനങ്ങൾ, അല്ലെങ്കിൽ ഈ 35 വയസ്സിന് താഴെയുള്ള 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ജോലിക്ക് പോവാ. അപ്പൊ അവര് ജോലിക്ക് പോകുമ്പോ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഷർട്ട് വാങ്ങിച്ചാൽ ആ ഷർട്ടിന് 500 രൂപയാണെങ്കിൽ ആ ഷർട്ടിന് ഒരു 20 രൂപ അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഷർട്ട് വാങ്ങിപ്പിക്കുകയും അവര് വാങ്ങിക്കുന്ന ഷർട്ടിന് ടാക്സ് മേടിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും രാജ്യവും, ഇന്ത്യ എന്നുള്ള രാജ്യവും വളരും. ഓക്കെ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിലും അതിന് താഴെയുള്ള കുട്ടികളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരായ അഡോളസെന്റിലും ഇൻവെസ്റ്റ് ചെയ്യുക. അവരെ വീണ്ടും അടുത്ത ജനറേഷനിൽ സ്കില്ലുള്ളവരും മിടുക്കരുമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മറ്റൊരു ലക്ഷ്യം. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നത് നാഷണൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, NTA അസസ്മെന്റ്. ഓക്കെ, NTA അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ചൈൽഡ് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുള്ള. ഇപ്പൊ ചൈനയുടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഇതുണ്ടോ, കൺസെപ്ഷൻ ബൈ ആൻ അഡൽട്ട് ഏജ് ബിറ്റ്വീൻ 20 and 64. ഓക്കെ, 60% ഇന്ത്യയില് 20-നും 64-നും ഇടയിൽ പ്രായമുള്ള അഡൽട്ട് ആൾക്കാര് ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഗുഡ്സ് കൺസ്യൂം ചെയ്യാം. എന്നാൽ ചൈനയിൽ നിങ്ങൾ നോക്കി 85% ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ കൺസ്യൂമർ ബേസിൽ ചൈന കുറച്ചുകൂടെ സൂപ്പറാണ് ഇന്ത്യക്കാളും. അപ്പൊ ഈ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് റേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ സാധനം വാങ്ങിക്കുകയും അതിനനുസരിച്ച് ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ രാജ്യം ഡെവലപ്പ് ആവൂലേ? ദാറ്റ് ഈസ് നാഷണൽ ട്രാൻസ്ഫർ അക്കൗണ്ട് അസസ്മെന്റ്. ഇതൊരു പ്ലാനാണ്. അപ്പൊ അത് ഓരോ സംസ്ഥാനങ്ങളെ ശ്രദ്ധിക്കണം. ആ സംസ്ഥാനങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ടാക്സ് പിരിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ താഴെ പറയുന്നു. വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ജസ്റ്റ് സ്റ്റോറി.
ഓക്കെ, ജസ്റ്റ് സ്റ്റോറിയാണ്, നിങ്ങൾക്ക് വായിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇസ് അബൌട്ട് ദ ഉദ്യം ശക്തി പോർട്ടൽ. ഒരു വെബ്സൈറ്റ് ആണ്, ഒരു വെബ്സൈറ്റ് 2018 നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. എന്തിനായിരിക്കും? ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന വെബ്സൈറ്റ്. ഫിനാൻഷ്യൽ സ്കീമുകളെ കുറിച്ച്, പോളിസിയെ കുറിച്ച് പറയാൻ വേണ്ടി. ആർക്ക് വേണ്ടിയാ? കുഞ്ഞ് ബിസിനസ് തുടങ്ങുന്നവർ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ആണ് MSME. ഓക്കെ, അപ്പൊ ഉദ്യം ശക്തി പോർട്ടൽ, അപ്പൊ ശക്തി എന്നൊരു വാക്കുണ്ടായതുകൊണ്ട് അത് ലേഡീസ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി, വുമൺ എന്റർപ്രൈസസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ കൺസെപ്റ്റ്, ഉദ്യം ശക്തി പോർട്ടൽ. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബീഹാറിൽ ഇത് തുടങ്ങി എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ന്യൂസ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യ എന്നുള്ള രാജ്യത്ത് പല പല ആൾക്കാർ പല ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ചിലർ ദിവസക്കൂലിക്കാണ് ജോലി ചെയ്യുന്നത്, അതാണ് ഡെയിലി വേജ്. ഇപ്പൊ കേരളത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ, കേരളത്തില് ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 1000 രൂപയാണ്. നിങ്ങളിപ്പോ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ബംഗാളികൾ വിളിക്കുന്ന പോലെ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയാല് ഈ 1000 രൂപ കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് 85 രൂപയായിരിക്കും ഒരു ദിവസം കിട്ടുക. അത്രയും തുച്ഛമായിട്ടാണ് അവരവിടെ ജോലി ചെയ്യുക. അപ്പൊ ഈ ഡെയിലി വേജിന് ഒരു അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടേ? അതിനുവേണ്ടി സ്കീം ഉണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് ഒരു കൂലിയുടെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമില്ല. എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ, കൂലിപ്പണിക്കാരെ നമ്മൾ പറയുന്നവർക്ക് പ്രത്യേകമായിട്ടൊരു ബില്ല് കൊണ്ടുവരണം. എന്നിട്ട് അവർ കൃത്യമായിട്ടുള്ള സാലറി കൊടുക്കണം, അല്ലെങ്കിൽ കൂലി കൊടുക്കുക എന്നുള്ള നിയമം കൊണ്ടുവരും. അതാണ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. ഓക്കെ, ഇത്രയുള്ളൂ. അപ്പൊ അതിൽ നമുക്കറിയാം, അതിൽ ചില കവറേജ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ എന്തെങ്കിലും അപകടം വന്നാൽ അവർക്ക് സ്റ്റെബിലിറ്റി കവറേജ്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അവർക്ക് ചില ഹെൽത്ത് ബെനിഫിറ്റുകൾ കൊടുക്കും. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അങ്ങനെയൊക്കെ കുറച്ച് ആശുപത്രി ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് വേറെ കുറെ സ്കീമുകളാണ്. സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസ്, അതിന് കുറച്ച് ഓൾഡ്, അവർ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശരൺ യോഗി മൻ ധൻ പെൻഷൻ സ്കീം. ഓക്കെ, അവർക്ക് 3000 രൂപ വെച്ച് 60 വയസ്സിന് ശേഷം 3000 രൂപ വെച്ച് കിട്ടുന്ന രീതിയിൽ അവർക്ക് പെൻഷൻ സ്കീം, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ മാൻഡേറ്റ് ചെയ്യുന്നു. അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ളവർക്ക് വീടിനടുത്തുള്ള സ്കൂളിൽ. അതുപോലെ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറെ സ്കീമുകൾ പ്രധാനമന്ത്രിയുടെ പേരിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു ഷീറ്റില് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കിയാൽ ഫസ്റ്റ് ടോപ്പിക് വി ടോക്ക് അബൌട്ട് ഇസ് ദ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്, MSP. മറന്നു പോരുത്, എന്തൊക്കെയാണ് മിനറൽസ്, ആരാണ് എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ എർത്ത് എലമെന്റ്സ്, റയർ എർത്ത് എലമെന്റ്സ്, അത് എത്ര ടൈപ്പ് ഉണ്ട്, US-Indian പാർട്ണർഷിപ്പ് എന്തൊക്കെയാന്നൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വി ടോക്ക് അബൌട്ട് ദ റംസാർ സൈറ്റ്. അത് 10 പുതിയ സ്ഥലങ്ങളുടെ ആ ലിസ്റ്റിൽ പേര് വന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ മൊത്തം 64 സൈറ്റ്. പിന്നെയുള്ള എന്റെ ന്യൂസ് അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഇത് കൂടി വരും കേട്ടോ, അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ. ആൻഡ് തേർഡ് വൺ വി ടോക്ക് അബൌട്ട് ദ അന്റാർട്ടിക്കിലെ മറീനിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ്. ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, ഞാൻ പറഞ്ഞു പോപ്പുലേഷന്റെ സ്പ്രെഡിങ് എങ്ങനെയാണോ പോകുന്നതിനനുസരിച്ച് ഒരു രാജ്യം പുരോഗതിയിലേക്കോ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള കാരണമുണ്ട്, അതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആഫ്റ്റർ ദിസ് ബിഗ് ടോപ്പിക് വി നീഡ് ടു നോ അബൌട്ട് ദ ഉദ്യം ശക്തി പോർട്ടൽ, വെബ്സൈറ്റ് ആണ് സ്മോൾ ബിസിനസ് വേണ്ടി. ദെൻ അവസാനമായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നു, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട്. ഓക്കെ, സോ ഇത്രയാണ് രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്.